കാട് മൂടി സാമൂഹ്യവിരുദ്ധരുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ചമ്രവട്ടം പദ്ധതിയോട് അനുബന്ധമായി നിർമ്മിച്ച സ്നേഹപാത ടൂറിസം പാർക്ക്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ സാമൂഹ്യവിരുദ്ധരുടെ ഇടത്താവളമായി സ്നേഹപാത ടൂറിസം പാർക്ക് മാറിക്കഴിഞ്ഞു. സമീപവാസികൾ സംഭവം ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയെങ്കിലും ക്രിയാത്മകമായ അന്വേഷണമൊന്നും നടക്കുന്നില്ല എന്നാണ് പൊതുവെയുള്ള ആക്ഷേപം. ഞാൻ ബൈജു അരിക്കാഞ്ചിറ. വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2014 നിർമ്മാണം തുടങ്ങിയ പാർക്കിനായി ഇതുവരെ 6.5 കോടി രൂപ ചിലവഴിച്ചു കഴിഞ്ഞു. ഇതിനായി KT ജലീൽ MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടാണ് കൂടുതലും ഉപയോഗിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർക്കിൻ്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചുവെങ്കിലും ഇതുവരെ ഔദ്യോഗികമായി തുറന്നുകൊടുത്തിട്ടില്ല. പ്രളയം വന്ന സമയത്ത് സ്നേഹപാതയിലെ ചില ഭാഗങ്ങൾ തകർന്നിരുന്നു. പാർക്കിൽ നിന്നും 1 രൂപയുടെ വരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് വേണം പറയാൻ. ഓപ്പൺ സ്റ്റേജും 100-ലേറെ പേർക്ക് ഇരിക്കാവുന്ന ഗാലറിയും വിള്ളൽ മൂലം ഉപയോഗിക്കുന്നതിന് മുൻപേ പൊളിച്ചുമാറ്റി. ചിൽഡ്രൻസ് പാർക്ക്, ചുറ്റുവേലി, അലങ്കാര വിളക്കുകൾ, ക്ലോക്ക് ടവർ തുടങ്ങി പൂർത്തിയായതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചമ്രവട്ടം പാർക്ക് ഉദ്ഘാടനം VS അച്യുതാനന്ദനെ കൊണ്ടുവന്ന് അത് ഉമ്മൻചാണ്ടി സാർ ഉദ്ഘാടനം ചെയ്ത് അന്ന് മുതൽ നിർമ്മിച്ചതാണ് ഈ നിളയോരം. ഇതിനോട് ചേർന്ന് ഇനാഗുറേഷനോടനുബന്ധിച്ച് വന്നതാണ് ഈ നിളയോര പാർക്ക്. പക്ഷേ പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും നിളയോര പാർക്ക് ഇപ്പം 10 വർഷം കഴിഞ്ഞ് ഇന്ന് വരെ അത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല. എന്നാലോ ഇത് ഓരോ ഭാഗങ്ങളും ഇത് കേടുവന്ന് അത് പുനരുദ്ധരിച്ച് 3-4 പ്രാവശ്യം. ഇപ്പം ഈ കൈവരി ഇതാദ്യം ഇരുമ്പിൻ്റെ ആയിരുന്നു, അത് മാറ്റി, പിന്നെ വേറൊരു ഇരുമ്പിൻ്റെ വെച്ച് അതും മാറ്റി, ഇപ്പം സ്റ്റീലായി. ഇതും തകർന്ന നിലയിലാണിത്. എന്നാൽ ഒരു ദിവസം പോലും ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനോ ഒരു പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ പാർക്ക് ഇന്ന് വരെ ഉപയോഗപ്പെട്ടില്ല. അതേമാതിരി ഈ സൈഡ് ഇവിടുന്ന് 1 കിലോമീറ്ററോളം സൈഡ് വിത്തുണ്ടായിരുന്നു. ഈ സൈഡിൽ ഒരു ഇരുമ്പിൻ്റെ നെറ്റ് വെച്ചിട്ടുള്ള മറകളുണ്ട്. അതെല്ലാം 3 പ്രാവശ്യം മാറ്റി അല്ലാതെ ഇന്നും വേണ്ട. മൊത്തം ഈ സൈഡ് ഇപ്പോൾ എവിടെയും അത് കാണുന്നില്ല, അത് തകർന്നു പോയി. അപ്പം അതേമാതിരി പൊതു സ്റ്റേജ് ആയിരുന്നു. ആ ഒരു സ്റ്റേജ് ആ തുടക്കത്തിൽ 1-2 വർഷം ഉണ്ടായി, പിന്നെ ഒരു സൈഡ് ഒന്നായിട്ട് ഇടിഞ്ഞു പോയി. ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും തകർന്നു. ഇത്രയും കോടികൾ ഇങ്ങനെ വർഷം ഇതിന് ചിലവഴിക്കുന്നുണ്ട്. പക്ഷേ ആ കോടികൾ ചിലവഴിച്ച് ഇപ്പോഴും പൊതുജനത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പാർക്ക് ഒരു ഉപകാരത്തിൽ പെട്ടിട്ടില്ല. അതേമാതിരി ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ നശിച്ചു കിടക്കുക. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ പൊതു സ്റ്റേജിൻ്റെ മേൽക്കൂരകളാണ്. ഇതിപ്പോൾ ആർക്കോ അത് വന്നവരെടുത്ത് കൊണ്ടുപോണ്, പുഴയിലാക്കിയിട്ട് ആൾക്കാർ തോണിയിൽ കൊണ്ടുപോണ്. പക്ഷേ ഇത് ഗവൺമെൻറ്റിൻ്റെ ലക്ഷങ്ങൾ കോടികളാണ് ഇതിന് വേണ്ടിയിട്ട്, പാർക്കിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ട് അത് നഷ്ടപ്പെട്ട് കണ്ടിരിക്കുന്നത്. സാർ ഇവിടുന്ന് ഇനി അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മൊത്തം
ഈ 10ഓളം ജീവനക്കാരുണ്ട്, സർക്കാർ ജീവനക്കാർ. ഇത് സംരക്ഷിക്കാൻ വേണ്ടി 10ഓളം താൽക്കാലിക ജീവനക്കാർ വെച്ചിട്ടുണ്ട്. പക്ഷെ ജീവനക്കാർ എന്താണ് ചെയ്യണമെന്നുള്ളത് അവിടെ തുടക്കം മുതൽ ഇതുവരെ നോക്കിയാൽ മതി എന്താണ് ചെയ്യണമെന്നുള്ളത്. കാരണം അവർക്ക് ആ മാസം ശമ്പളം വാങ്ങിയിട്ട് അവരുടേതായിട്ടുള്ള ഇങ്ങനെ ഇതിൽ പോണ്. ഇത് ഈ നിളയോരം ഇത് വൈകുന്നേരം നേരങ്ങളിൽ ഇനിയിപ്പോൾ ഉച്ച ഇതൊരു മയക്കുമരുന്ന് ലോബിയാണ് ഇവിടെ. ഈ മയക്കുമരുന്ന് അത് തിരൂർ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ച ചമ്രവട്ടത്തിൻ്റെ നിളയോര പാർക്കിൻ്റെ സ്ഥിതി എന്താണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അവർ പറഞ്ഞു തരും. ചമ്രവട്ടം നിളയോരത്തിൻ്റെ ഇതെന്താണ്, ഇവിടെ ഒരു ഹബ്ബാണ്, ഒരു മയക്കുമരുന്നിൻ്റെയും ഈ പൈസ ഇപ്പോൾ ഈ ഒരു ഇരിക്കാനുണ്ടാക്കിയ ജനങ്ങൾ കാറ്റുള്ളതായിരിക്കണം. പക്ഷെ ഇതിൽ റമ്മികളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു സർക്കാരിൻ്റെ നമ്മളെ ഈ മൊത്തം ജനങ്ങളെ നികുതിപ്പണം കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു ഇത് ജനങ്ങൾക്ക് ഉപകാരം ഇല്ലാതായിട്ട് വർഷങ്ങൾ, 1 വർഷമോ 2 വർഷമല്ല 10 വർഷത്തോളമായി ജനങ്ങൾക്ക് ഉപകാരമില്ലാതെ ഇത് ഇങ്ങനെ കിടക്കുകയാണ്. പകൽ സമയങ്ങളിൽ പോലും ചീട്ടുകളിയും മദ്യപാനവും നാട്ടുകാർക്ക് പതിവ് കാഴ്ചയാണെന്നാണ് ആക്ഷേപം. രഹസ്യമായി അനാശാസ്യവും നടക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിരവധി തവണയാണ് MDMA കഞ്ചാവ് ലോബികളെ ഇവിടെ നിന്ന് പിടികൂടിയത്. പകൽ സമയങ്ങളിൽ പോലും പ്രദേശവാസികൾക്ക് ധൈര്യത്തോടെ ഇവിടേക്ക് വരാൻ കഴിയാത്ത അവസ്ഥ. ദീർഘവീക്ഷണമില്ലാതെ പദ്ധതി ആവിഷ്കരിച്ചതാണ് സ്നേഹപാതയുടെ തകർച്ചയ്ക്ക് കാരണമായത്. ഇവിടുത്തെ ജല ടൂറിസം പദ്ധതിയും പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഇനിയും പാതി വഴിയിൽ നിൽക്കുന്ന സ്നേഹപാത ടൂറിസം പാർക്കല്ല നാടിനാവശ്യം. സർക്കാർ ഇനിയെങ്കിലും ദീർഘവീക്ഷണത്തോടെ പദ്ധതി പൂർത്തിയാക്കാൻ ഇടപെടണം. അങ്ങനെയെങ്കിൽ ഇത്തരം പദ്ധതികളിൽ നിന്ന് സർക്കാരിനും പണം കണ്ടെത്താം. അല്ലെങ്കിൽ ചിലവാക്കിയ കോടികൾ ഇതുപോലെ വെള്ളത്തിലാകും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.